ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്ന് എനിക്ക് സ്കൂളിലാട്ടോ, അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ ചിക്കൻ വാങ്ങാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാട്ടോ. അച്ഛനവിടെ ചിക്കൻ മേടിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് ഉള്ളിക്ക് കയറി പോകുന്നുണ്ട് അച്ഛൻ. സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനങ്ങളൊക്കെ മേടിച്ച് അച്ഛൻ ഞങ്ങൾക്ക് 2 മിഠായി മേടിച്ചു തന്നിട്ട് ഉണ്ണിക്ക് 2 എനിക്ക് 2 മേടിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് പോവാണ് വീട്ടിലേക്ക്. പക്ഷെ നിർത്തിയിട്ടുണ്ട്, എവിടെയും അച്ഛൻ ബേക്കറിയിൽ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് സാധനം മേടിക്കാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞോളൂ കേട്ടോ. ഗൈസ്, ഞങ്ങൾ ചിക്കൻ മേടിച്ച് വീട്ടിലെത്തി. ഞങ്ങൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഞങ്ങൾ ചിക്കൻ കഴുകി കുട്ടപ്പാനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ചിക്കൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മൾ 2 ചിക്കനാണ് മേടിച്ചിട്ടുള്ളത്. 2 ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ. ഇതൊക്കെയാണ് ഞങ്ങൾ ചിക്കനിൽ ചേർക്കാൻ പോകുന്ന സാധനങ്ങൾ: മുളക് പൊടി, മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ലെമൺ, തൈര്, ഉപ്പ്, ഗരം മസാല. ഞാനപ്പോൾ ഇതെല്ലാം ചേർക്കാൻ പോവാണ് കേട്ടോ. ആദ്യം മുളക് പൊടിയാണ് എടുക്കുന്നത്. പിന്നീട് മല്ലിപ്പൊടി. ഇത് ഞാൻ ടീസ്പൂൺ കൊണ്ട് കേട്ടോ, ടീസ്പൂൺ കൊണ്ട് വരുന്നത്. ഇത് ഗരം മസാലയാണ്. ഇത് ഉപ്പാണ്. ഇത് തൈരാണ് കേട്ടോ. ഇത് നാരങ്ങ നീരാണ്. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ മസാലയൊക്കെ പറ്റി നല്ല കുട്ടപ്പാനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. ഇതാണ് ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ. ചിരട്ടിയുണ്ട്, പിന്നെ ഇതിൻ്റെ ഗ്രില്ലുണ്ട്, ഇത് ബോക്സ്, പിന്നെ ഇതാക്കണ സാധനം. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ, അത് കരിയാണ്. ഞാൻ പറഞ്ഞത് കരി ഇട്ടില്ലെങ്കിൽ അത് തീയാവില്ല കേട്ടോ. ഞാൻ ഈ സാധനത്തിൻ്റെ ഇത് ഓപ്പൺ ചെയ്യാൻ പോയിട്ട് ഞാൻ പറഞ്ഞ മറ്റേ സാധനം എൻ്റെ കൈ പുള്ളി. കൈസ് നല്ല വെയിലാണോ, എൻ്റെ കൈ പുള്ളി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞ കരി വെക്കണ ഇത്. ഇതിൻ്റെ ഉള്ളിലാണ് കരി വെക്കേണ്ടത്. എൻ്റെ കൈ എൻ്റെ കരി എനിക്ക് അച്ഛൻ ന്യൂസ് പേപ്പർ കത്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ കരി പോലത്തെ സാധനം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. നല്ലോണം തീ പടർന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞാൽ നീങ്ങിരുന്നു. ന്യൂസ് പേപ്പർ എല്ലാ ഭാഗത്തേക്ക് ആക്കാട്ടോ അച്ഛൻ സാധനം വെച്ചിട്ട്. അച്ഛൻ്റെ കൈ തീ അച്ഛന് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിതൊന്ന് എണ്ണിടാണ് കേട്ടോ, ചിക്കൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഡ്രസ്സ് എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിടിച്ചു.
കിടക്കും. നന്നായിട്ടൊക്കെ പിടിച്ചു. തീയൊക്കെ നല്ല സൂപ്പർ ആയിട്ട് കേട്ടോ. ഇപ്പൊ ഞാൻ അടിയിൽ വെളിച്ചനാക്കി കൊണ്ടിട്ടത്. അപ്പൊ ഇതാണ് ചിക്കൻ കേട്ടോ. ചിക്കനൊക്കെ വെച്ച് നല്ല പുകയാണ് വരുന്നത് കേട്ടോ. പിന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. ഓർക്കപ്പിച്ചിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് ചായ കുടിച്ചു തോന്നുന്നു. ഗൈസ് നല്ല ചൂടുണ്ട് കേട്ടോ. അത് തന്നെയുള്ള ഫാൻ ഇട്ടു. ഉഷ്ണിച്ചിട്ട് പാടില്ല ഗൈസ്. നല്ല പുകയാട്ടോ വരുന്നത്. എന്റെ മുഖത്തേക്കാണ് പുക അടിച്ചുകൊണ്ടിരിക്കുന്നത്. എണ്ണിട്ട് കൊടുക്കുന്നു കേട്ടോ ഗൈസ്. ഞാനല്ല, അച്ഛനാണ് ഇടുന്നേ. എന്റെ കൈമക്ക് തെറിച്ചാലോന്ന് വെച്ചിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിരിക്കും തോന്നുന്നു കേട്ടോ. എനിക്ക് ലെഗ് പീസ് മതി. കുബൂസ് എടുക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ ഇത് കഴിക്കാനായിട്ട്. ചിക്കൻ്റെ മേളിൽ ഒരു കീറൽ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണല്ല, കുറെ കീറൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ കറ്റി കൊടുത്താൽ നന്നായി. ഇത് എപ്പോഴാ വേവാന്ന് എനിക്ക് അറിഞ്ഞോടാ കേട്ടോ. നല്ല പകലിക്കുന്നുണ്ട് കൈസിൻ്റെ. എനിക്ക് കൈ പൊള്ളി പോകുന്നു തോന്നുന്നിട്ട് ഉണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ മയോണൈസ് ഉണ്ടാക്കാൻ പോവാണ്. 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ മയോണൈസ് ഉണ്ടാക്കുന്നത്. പാൽ തിളപ്പിക്കാൻ വെച്ചേക്കാണ്. ഇപ്പം പാൽ തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കും. ഗൈസ് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ മയോണൈസ് ഉണ്ടാക്കണേ. ഗൈസ് ഇപ്പോൾ ഇതിൽ നാരങ്ങ നീര് ഒഴിച്ചു. ഇനി നമ്മളിതിൽ കുറച്ച് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇത് ഇളക്കി കുഞ്ഞു കുഞ്ഞ് കട്ടകളായിട്ട് വരും. ഇത് പനീറാട്ടോ ഗൈസ്. ഇനി നമുക്ക് കുറച്ച് നേരം ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യണം. ഇനി നമ്മുടെ ഇത് അരിച്ചെടുക്കാൻ പോവാണ്. കണ്ടോ, ഇതേ ഒരു പാത്രക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ മിക്സിൻ്റെ ജാറിൽ അതിൽ കുറച്ച് വെളുത്തുള്ളി, 1 സ്പൂൺ ലെമൺ ജ്യൂസ്, കുറച്ച് പെപ്പർ പൗഡർ ഇടുക. ഇനി കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാര ഇടുക. നമുക്ക് ഇഷ്ടമുള്ള മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടാം കേട്ടോ ഗൈസ്. ഇതേപ്പം മിക്സിയിൽ അടിച്ചിട്ട് അടിപൊളി മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് ലൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്താൽ മതി. ഞങ്ങളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുബൂസ് ഉണ്ട്, കുക്കുംബറും സബോളയും മയോണൈസും. ഇന്ന് ഞങ്ങൾ എന്തായാലും പൊരിക്കും ഗൈസ്. നിങ്ങൾ എല്ലാവരും വന്നിട്ട് കഴിക്കാനായിട്ട്. ഹലോ കഴിക്കാൻ പോണ ഗൈസ്. എനിക്ക് കൊതിടുവല്ല. ഷേപ്പ് ഉള്ളതാണ്. എനിക്ക് ഷാർക്കിന്റെ ഒരു പീസ് കഴിച്ചു നോക്കാം. സൂപ്പർ ആയിട്ട് കിട്ടും. ഇനി കുബൂസും കൂടി ഇടാനുണ്ട്. കഴിച്ച് തളർന്നു പോയി ഗൈസ്. ഇങ്ങനെ കടിക്കാൻ പറ്റുന്നത് നല്ല എരിവാട്ടോ. ജഗ്ഗിലത്തെ വെള്ളമാണെങ്കിൽ തീർന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.